മാർത്തോമ നസ്രാണികളുടെ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭാ വിശ്വാസികളുടെ റീത്ത് പുനരുദ്ധരിക്കപ്പെടുന്നതിൻ്റെ ചരിത്ര വഴികളിലേക്കാണല്ലോ കഴിഞ്ഞ എപ്പിസോഡ് പിതാവ് പ്രത്യേകമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ആദ്യം ഒരു ലത്തീൻ മെത്രാനെ ലഭിക്കുന്നു, പിന്നീട് നാട്ടുമെത്രാന്മാരെ, തദ്ദേശീയരായിട്ടുള്ളവരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ റീത്ത് പുനരുദ്ധരിക്കുന്നതിനുള്ള ഒരു സുവർണ കാലഘട്ടമായിരുന്നു തദ്ദേശീയരായ സുറിയാനി മെത്രാന്മാർ അധികാരസ്ഥാനത്തേക്ക് വന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ മെത്രാന്മാരുടെ സമീപനം എങ്ങനെയായിരുന്നു? അവർ ഈ വിശ്വാസികളുടെ, ദൈവജനത്തിൻ്റെ അല്ലെ സഭയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുവാൻ അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു? നല്ലൊരു ചോദ്യമാണ്. നസ്രാണികൾ ആഗ്രഹിച്ചിരുന്നതുപോലെ, പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് നാട്ടുമെത്രാന്മാരെ കിട്ടി. വലിയ സന്തോഷമായിരുന്നു, എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. അവരെല്ലാവരും വളരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു. മാത്രമല്ല, ഈ നാട്ടുപത്രന്മാരെ നിയമിച്ചതോടുകൂടി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന 2 വികാരിയത്തുകൾ, അതായത് കോട്ടയം, തൃശ്ശൂർ, ഈ 2 വികാരിയത്തുകൾ റീഓർഗനൈസ് ചെയ്തു, പുനർസംഘടിപ്പിച്ച് 3 വികാരിയത്തുകളാക്കി. അതായത് 3ാമതൊരു വികാരിയത്ത് കൂടി ഉണ്ടായി, അതാണ് എറണാകുളം. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന കോട്ടയം വികാരിയത്തിൻ്റെ ഭൂരിഭാഗവും ഉൾപ്പെടുത്തിയാണ് ഈ എറണാകുളം വികാരിയത്ത് രൂപീകരിക്കപ്പെട്ടത്. അങ്ങനെ 3 വികാരിയത്തുകൾ, 3 നാട്ടുപത്രന്മാരും ഉണ്ടായി. നാട്ടുപത്രന്മാരിലേക്ക് അധികാരം കൈമാറപ്പെട്ടപ്പോൾ അവർ വികാരി അപ്പസ്തോലികന്മാർ തന്നെയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പൂർണ്ണമായ അധികാര സംവിധാനമല്ല, മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ മാർപ്പാപ്പയുടെ പ്രതിനിധികൾ എന്ന നിലയിലാണ് ഇവർ ഭരിക്കുന്നത്. ഏതായാലും നാട്ടുപത്രന്മാരുടെ ആഗമനത്തോടെ നമ്മുടെ ആൾക്കാർ വളരെ സന്തോഷിച്ചു. ഇനി നമ്മുടെ റീത്ത് ഭദ്രമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ കാത്തിരുന്നു വാസ്തവത്തിൽ. പക്ഷേ ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞിട്ടും റീത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ഈ നാട്ടുപത്രന്മാരെ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഇരിക്കെ നാട്ടുപത്രന്മാരിൽ നിന്ന് പ്രതീക്ഷിച്ച ആ ഒരു നടപടികൾ കാണാതെ വന്നപ്പോൾ ഈ വൈദികർ വീണ്ടും റോമിലേക്ക് അപേക്ഷ അയക്കുകയാണ്. അതിതായിരുന്നു, അന്നുണ്ടായിരുന്ന 3 വികാരിയത്തുകളിലെയും വൈദികർ, അതായത് എറണാകുളം, തൃശ്ശൂർ, ചങ്ങനാശ്ശേരി, ഇതിനിടയ്ക്ക് കോട്ടയം വികാരിയത്തിൻ്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റിയതുകൊണ്ട് അതിൻ്റെ പേര് ചങ്ങനാശ്ശേരി എന്നായി. 1996 മുതൽ ചങ്ങനാശ്ശേരി എന്നുള്ള പേര് കിട്ടി. അങ്ങനെ ഈ 3 വികാരിയത്തുകളിലെയും വൈദികർ സംയുക്തമായിട്ട് റോമിലേക്ക് എഴുതി, ഞങ്ങൾക്ക് പുരാതനമായ ആ പൗരസ്ത്യ സുറിയാനി റീത്ത്, പൂർണ്ണമായ പൗരസ്ത്യ സുറിയാനി റീത്ത് കലർപ്പില്ലാതെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. ഇതാണ് വൈദികരങ്ങോട്ട് എഴുതിയത്. അപ്പോൾ വൈദികരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒരു സമീപനം, പക്ഷേ മെത്രാന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു നിസ്സംഗത മാത്രമല്ല, ഈ മെത്രാന്മാരെ വീണ്ടും ലത്തീകരണ പാതയിൽ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. നാട്ടുപത്രാന്മാരെ ലഭിച്ചതിലുള്ള സന്തോഷം ദൈവജനത്തിനുള്ളപ്പം തന്നെ അവർ ദൈവജനത്തിൻ്റെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നുള്ളൊരു ആശയമാണ് അങ്ങ് പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ ഈ 3 വികാരിയത്തുകൾ ഉണ്ടായപ്പോൾ, ചങ്ങനാശ്ശേരിയും എറണാകുളവും തൃശ്ശൂരും രൂപീകരിക്കപ്പെട്ടപ്പോൾ, അവിടെ ഉണ്ടായ എല്ലാ മെത്രാന്മാരും നാട്ടുമെത്രാന്മാരായിരുന്നോ? അവരാരൊക്കെയായിരുന്നു? അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് വിശദീകരിച്ച് പറയാമോ? ഈ 2 വികാരിയത്തുകൾ വീണ്ടും 3 വികാരിയത്തുകളായിട്ട് പുനഃസംഘടിപ്പിച്ചപ്പോൾ 3 നാട്ടുപത്രന്മാരെയാണ് നിയമിച്ചത്. അതിൽ ചങ്ങനാശ്ശേരിയിലേക്ക് നിയമിക്കപ്പെട്ടത് മാത്യു മാക്കീൽ പിതാവ്, ചങ്ങനാശ്ശേരിയിലെ പ്രഥമ നാട്ടുപത്രാൻ ചങ്ങനാശ്ശേരിയിലേക്ക് വന്നു. എറണാകുളത്തേക്ക് നിയമിക്കപ്പെട്ടത് ലൂയിസ് പഴയപറമ്പിൽ, പുളുങ്ങുന്ന ഇടവക്കാരനായ ലൂയിസ് പഴയപറമ്പിൽ. തൃശ്ശൂർ വികാരിയത്തിൻ്റെ വികാരി അപ്പസ്തോലികയായി നിയമിക്കപ്പെട്ടത് ജോൺ മേനാച്ചേരി. ഇങ്ങനെ 3 നാട്ടുകാരായ മെത്രാന്മാരെയാണ് വികാരി അപ്പസ്തോലികന്മാരാക്കി നിയമിച്ചത്. നാട്ടുമെത്രാന്മാർ പ്രതീക്ഷിച്ചിരുന്നതുപോലെ റീത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ലത്തീനീകരണം
തിരുവാതിയിൽ തന്നെ തുടർന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ചില ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ വ്യക്തമാക്കാം. 1896 മുതൽ 56 വരെയുള്ള 1956 വരെയുള്ള കാലഘട്ടത്തിൽ ഈ നാട്ടുപത്രാന്മാർ വരുത്തിയ ചില ലത്തീകരണം. ഒന്നാമതായിട്ട് നമ്മുടെ തൈലാഭിഷേക ഉദാശയുടെ കർമ്മം, സ്ഥൈര്യലേപനം എന്ന് പറയുന്ന തൈലാഭിഷേക ഉദാശയുടെ കർമ്മം, അത് ലത്തീനിൽ നിന്ന് വിവർത്തനം ചെയ്തു, ഉപയോഗിച്ചു തുടങ്ങി. രണ്ടാമതായിട്ട് ഈ പൊന്തിപ്പിക്കൽ കർമ്മങ്ങൾ എന്ന് പറയുന്നത് മെത്രാന്മാർ കാർമ്മികരായി ചെയ്യുന്ന തിരുക്കർമ്മങ്ങളെയാണ് പൊന്തിപ്പിക്കൽ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ഇപ്പം കുർബാനയെ അർപ്പിക്കുമ്പോൾ ചെയ്യുന്ന ചില കർമാനുഷ്ഠാനങ്ങളും പൊന്തിപ്പിക്കൽ കർമാനുഷ്ഠാനങ്ങളുമൊക്കെ ലത്തീൻ രീതിയിലേത് ഇവിടെ നടപ്പിലാക്കി. മറ്റൊന്ന്, ചില തിരുനാളുകൾ ലത്തീൻ റീത്തിലെ ചില തിരുനാളുകൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ തുടക്കം കുറിച്ചു. കൂടാതെ ഉപവാസം, മാംസവർജനം, കടമുള്ള ദിവസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലത്തീൻ രീതി ഇതുപോലെ ആക്കി. ഇങ്ങനെ ആരാധനാക്രമത്തിൽ തന്നെ പല മാറ്റങ്ങളും ഈ ലത്തീൻ രീതിയിലേതുപോലെ തുടരുവാൻ ആണ് നമ്മുടെ നാട്ടുപത്രാന്മാർ ശ്രമിച്ചത്. മാത്രമല്ല ഇവരെ റോമിലേക്ക് ആവശ്യപ്പെട്ടു. ലത്തീൻ പൊന്തിഫിക്കൽ എന്ന് പറഞ്ഞാൽ, ഞാൻ സൂചിപ്പിച്ചല്ലോ, പൊന്തിഫിക്കൽ എന്ന് പറഞ്ഞാൽ മെത്രാന്മാർ കാർമ്മികരായിട്ട് ചെയ്യുന്ന തിരുക്കർമ്മങ്ങളാണ്. ഉദാഹരണം പള്ളി കുദാശ, മൂറോൻ തൈലം, വിശുദ്ധ തൈലത്തിൻ്റെ കുദാശ, പട്ടം കൊടുക്കൽ ശുശ്രൂഷ, ഇങ്ങനെയുള്ളതൊക്കെ പൊന്തിപ്പിക്കൽ കർമ്മങ്ങളാണ്. അതിന് കാർമ്മികർ മെത്രാന്മാരാകണം. അങ്ങനെയുള്ള കർമ്മങ്ങൾ, ആ പൊന്തിപ്പിക്കൽ കർമ്മങ്ങൾ ലത്തീൻ രീതിയിലേത് സുറിയാനി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ഉപയോഗിക്കുവാനുള്ള അനുവാദത്തിനായിട്ട് റോമിലേക്ക് ഇവർ ആവശ്യപ്പെടുകയുണ്ടായി, ഈ നാട്ടുപത്രാന്മാർ. അതിൻ്റെ അർത്ഥം ചുരുക്കത്തിൽ അന്ന് ലത്തീനീകരിക്കപ്പെട്ടിരുന്ന ആ സുറിയാനി റീത്ത് അതേപടിയിൽ തുടരാനും ആ ലത്തീനീകരണം ഒന്നുകൂടെ പൂർത്തീകരിക്കുവാനുമുള്ള ഒരു നീക്കത്തിലായിരുന്നു നാട്ടുപത്രാന്മാരെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല ഈ നിവേദനം പല പ്രാവശ്യം റോമിലേക്ക് ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ നാട്ടുപത്രാന്മാർ വന്നതിന് ശേഷം ഒരു പൊന്തിപ്പിക്കൽ നിങ്ങൾക്ക് ഉണ്ടാകണം, സ്വന്തമായിട്ടുണ്ടാകണം എന്ന് റോമിൽ നിന്ന് ആവശ്യപ്പെട്ടു. 3 ചോയ്സ് റോമിൽ നിന്ന് നൽകുകയുണ്ടായി. ഒന്നുകിൽ നിങ്ങൾക്ക് അന്ത്യോക്യൻ പൊന്തിപ്പിക്കൽ തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ കൽദായ സുറിയാനി പൊന്തിപ്പിക്കൽ തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ ലത്തീൻ പൊന്തിപ്പിക്കൽ തിരഞ്ഞെടുക്കാം. ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തു. ഇനി ഓപ്ഷൻസ് കൊടുത്തപ്പോൾ നമ്മുടെ മെത്രാന്മാർ അതിന് മറുപടി നൽകിയത് ഞങ്ങൾക്ക് ലത്തീൻ പൊന്തിപ്പിക്കൽ എന്ന് വെച്ചാൽ മതിയെന്നാണ്. അത്രമാത്രം ആ ലത്തീകരിക്കപ്പെട്ട ഒരു അവസ്ഥയിലായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് 1923 റോമിലേക്ക് എഴുതുന്നുണ്ട്, ലത്തീൻ പൊന്തിപ്പിക്കൽ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. അതിനുശേഷവും അവർ എഴുതുന്നുണ്ട്, 1932 കൂടി എഴുതുന്നുണ്ട്, ഞങ്ങൾക്ക് ലത്തീൻ പൊന്തിപ്പിക്കൽ ഉപയോഗിക്കാൻ അനുവദിക്കണം. അങ്ങനെയുള്ള ആ അവസരത്തിലാണ് പിന്നീട് ഈ അവസ്ഥയിലാണ് വാസ്തവത്തിൽ അന്നത്തെ 11-ാം പീസ് മാർപ്പാപ്പ ശക്തമായിട്ട് ഇടപെടുന്നത്. ആ ചരിത്രം നമുക്ക് പിന്നീട് കാണാം. അത് നിർണായകമായിട്ട് ഇടപെടലായിരുന്നു. ഏതായാലും അതുവരെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു ഈ നാട്ടുപത്രാന്മാർ വാസ്തവത്തിൽ 14-ാം ലയോ മാർപ്പാപ്പ ആഗ്രഹിച്ച റീത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയല്ല ശ്രമിച്ചത്, മറിച്ച് നിലവിലിരിക്കുന്ന ലത്തീകരിക്കപ്പെട്ട അവസ്ഥ തുടരാനാണ് അവരും നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഈ റീത്തിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും പ്രതിസന്ധികളാണ് പിതാവിൻ്റെ ഈ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് റോമിൽ നിന്ന് 3 ഓപ്ഷൻസ് തരുമ്പോഴും അന്ത്യോക്യൻ പൊന്തിഫിക്കൽ കർമ്മങ്ങളും കൽദായ സുറിയാനി പൊന്തിഫിക്കൽ കർമ്മങ്ങളും ഒഴിവാക്കി ലത്തീൻ പൊന്തിഫിക്കലിലേക്ക് തിരിയാനാണ് നാട്ടുമെത്രാന്മാർ ശ്രമിച്ചതെന്ന് പറഞ്ഞു. ഈ ഒരു ആഭിമുഖ്യം മെത്രാന്മാർക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ മറ്റ് 2
റീത്തുകളെക്കുറിച്ചുള്ള അജ്ഞതയാണോ, അതോ കൽദായ സുറിയാനി സഭ നമ്മുടെ സ്വന്തമാണെന്നുള്ളൊരു തിരിച്ചറിവില്ലാതെ പോയിട്ടാണോ ആ ഒരു അവസ്ഥ ഉണ്ടായത്? അത് വാസ്തവത്തിൽ ഇവരുടെ പ്രതികരണം നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. കാരണം 300 വർഷക്കാലം ലത്തീൻ ഭരണത്തിന് കീഴിലായിരുന്നപ്പോഴും ഇവിടുത്തെ വൈദികരും ജനങ്ങളുമൊക്കെ ഒറ്റക്കെട്ടായിട്ട് ആഗ്രഹിച്ചത് ആ സുറിയാനി പാരമ്പര്യം, റീത്ത് അതിൻ്റെ പൂർണ്ണതയിൽ പുനഃസ്ഥാപിക്കണമെന്നുള്ളത് തന്നെയാണ്. എങ്കിലും ആ 300 വർഷക്കാലത്തെ കാലഘട്ടത്തിൽ ലത്തീനീകരിക്കപ്പെട്ട കർമ്മങ്ങളായി അതിനെ തുടർന്നാണ് ഇനി എളുപ്പം. ഇനിയിപ്പം ഇത് സുറിയാനിയിൽ വീണ്ടും അത് ക്രമീകരിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇതിപ്പം എല്ലാവരും പരിചയമുണ്ട്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് തന്നെ തുടർന്നാൽ മതി എന്നുള്ള ഒരു ബുദ്ധിയായിരിക്കണം ഈ മെത്രാന്മാരുടെ പുരോഹിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അറിവില്ലായ്മ കൊണ്ടല്ല. ഈ 3 റീത്തുകളും വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. ലത്തീൻ റീത്ത്, അന്ത്യോക്യൻ റീത്ത്, പിന്നെ കൽദായ സുറിയാനി റീത്ത്. കൽദായ സുറിയാനിയാണ് നമ്മുടെ പുരാതനമായ റീത്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും എളുപ്പം അതാണ്. ഇനിയിപ്പം പെട്ടെന്ന് കാരണം അതിൻ്റെ പരിഭാഷയിലൊക്കെ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ട് ഭംഗിയായിട്ട് പരിഭാഷപ്പെടുത്താൻ സാധിക്കാത്തവരൊക്കെ ചെയ്തു. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് പലതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഇത് എളുപ്പമാണ്. ഇപ്പോൾ ഉള്ള ഒന്നും നിലവിലുണ്ടല്ലോ. അതുകൊണ്ട് ലത്തീൻ പൊന്തിപ്പിക്കാനുണ്ടതാണ്. അത് സുറിയാനി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുക. കാരണം എല്ലാം സുറിയാനി ഭാഷയിലാണ് നമ്മൾ നിർവഹിക്കുന്നത്. അപ്പോൾ സുറിയാനി ഭാഷയിൽ ഉണ്ടായാൽ എല്ലാവരും തൃപ്തരായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് പക്ഷേ അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. സുറിയാനി ഭാഷയായതുകൊണ്ട് ആ രീതിയിലാണ് എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ സുറിയാനി റീത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വഴിയൊരുക്കപ്പെട്ടപ്പോഴും നാട്ടുമെത്രാന്മാർ ലത്തീനീകരിക്കപ്പെടാനുള്ള ഒരു സാഹചര്യത്തിൻ്റെ വേണ്ടിയിട്ടാണ് അവർ പ്രത്യേകിച്ച് താല്പര്യമെടുത്തത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ പരിഭാഷപ്പെടുത്താനോ മറ്റു കാര്യങ്ങൾക്കുള്ളൊരു എളുപ്പ വഴിയായിട്ട് സുറിയാനി ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ലത്തീൻ ആരാധനാക്രമം തുടരാനുള്ളൊരു പരിശ്രമം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ദൈവജനത്തിനും ഇവിടുത്തെ വൈദികർക്കും ഉണ്ടായ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതിനെ ക്രിയാത്മകമായി സ്വീകരിക്കുകയായിരുന്നു? അവരെങ്ങനെയാണ് പിതാവെ അതിനെ നോക്കിക്കണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഉദാഹരണത്തിന് ലിപിക്ക് പിതാവിന് നൽകിയ മംഗളപത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ഇവിടുത്തെ പൗരസ്ത്യ സുറിയാനി റീത്ത് അതിൻ്റെ പുരാതന ശോഭയിൽ തന്നെ ഞങ്ങൾക്ക് പുനരുദ്ധരിച്ച് തരണം എന്നാവശ്യപ്പെടുകയുണ്ട്. അതായിരുന്നു നിലപാട്. അതിനുശേഷം ആണല്ലോ നാട്ടുപത്രന്മാർ വരുന്നത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചു ഇവരെ അത് എല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചുകൊള്ളു. പക്ഷേ കാത്തിരുന്നു, 10-12 വർഷം കാത്തിരുന്നു. അപ്പോഴാണ് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി 1908 ഈ 3 വികാരിയത്തുകളുടെയും വൈദികർ ഒന്നിച്ചു ചേർന്ന് തങ്ങൾക്ക് സമ്പൂർണമായ കൽദായ സുറിയാനി റീത്ത് കലർപ്പില്ലാതെ പുനരുദ്ധരിച്ച് തരണം എന്നാവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ വൈദികരുടെ ആ മനോഭാവം മനസ്സിലാക്കാമല്ലോ. തീർച്ചയായിട്ടും ദൈവജനവും അതിനോട് ചേർന്ന് തന്നെയാണ് നിന്നിരുന്നത്. ഇനി വളരെ പ്രത്യേകമായൊരു കാര്യം, 1923-ലാണല്ലോ ഹൈറാർക്കി സ്ഥാപിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഇവിടെ നിന്ന് പല അപേക്ഷകളും നിവേദനങ്ങളും ഒക്കെ റൂമിലേക്ക് പോയിരുന്നു. അതായത് ഹൈറാർക്കി സ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിവേദനങ്ങൾ അത് ഈ എല്ലാ വികാരിയത്തുകളിൽ നിന്നും പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ ഹൈറാർക്കി സ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് താമസമില്ലാതെ നടപ്പിലാക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എറണാകുളത്തെ വൈദികർ റൂമിലേക്ക് എഴുതുന്നുണ്ട്. ഈ വൈദികർ പിസാനി, അന്നത്തെ അപ്പസ്തോലിക് ഡെലഗേറ്റ് പിസാനി എന്ന് പറയും, അദ്ദേഹത്തിന് എഴുതിയ കത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് അന്നത്തെ എറണാകുളം വികാരിയത്തിലെ വൈദികരുടെയും വിശ്വാസികളുടെയും ഒക്കെ മനോഭാവം എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്നതാണ്. അതിൻ്റെ ചില കാര്യങ്ങളെ സൂചിപ്പിക്കാം. അതായത് തങ്ങൾ പൗരസ്ത്യ റീത്തിൽപ്പെട്ടവരാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് അവർ എഴുതുന്നത്. ഞങ്ങൾ പൗരസ്ത്യ സുറിയാനിക്കാരാണ്, പൗരസ്ത്യ റീത്തിൽപ്പെട്ടവരാണ്. ആ കത്തിനകത്ത് പറയുന്നു, ഉദയംപേരൂർ സുനോസിൽ വെച്ച് ഞങ്ങളുടെ മേൽ ലത്തീൻ ഭരണം അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അത് വൈദികർക്കോ വിശ്വാസികൾക്കോ തൃപ്തിയായിരുന്നില്ല എന്നും അതിനകത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അവരെ എഴുതുന്നു, തങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സീറോ കാൽഡിയൻ മലബാർ ഹൈറാർക്കി സ്ഥാപിക്കപ്പെടണമെന്നാണ്. അപ്പോൾ സീറോ കാൽഡിയൻ മലബാർ ഹൈറാർക്കി സ്ഥാപിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിൻ്റെ അർത്ഥം 13 ഞാൻ ആഗ്രഹിച്ചതുപോലെ
ഈ സഭയുടെ റീത്തിന് ചേരുന്ന ഒരു ഹൈറാർക്കി ഉണ്ടാകണം. എന്നുവെച്ചാൽ മെത്രാന്മാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഹൈറാർക്കി ഉണ്ടാകണം. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ സീറോ കാർഡിയൻ മലബാർ ഹൈറാർക്കി സ്ഥാപിക്കപ്പെടണമെന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ഇവർ എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പായെക്കുറിച്ച് അവർ പറയുന്നു, പൗരസ്ത്യരായ തങ്ങളെ സവിശേഷമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവിലൂടെ താമസം വരുത്താതെ ഹൈറാർക്കി സ്ഥാപനം യാഥാർത്ഥ്യമാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ മാർപ്പാപ്പ ബെനഡിക്റ്റ് 15 അപ്പോൾ മാർപ്പാപ്പയ്ക്ക് പൗരസ്ത്യ സഭകളോട് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണ് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. 1917 പൗരസ്ത്യ സഭാ കാര്യാലയം സ്ഥാപിക്കുന്നുണ്ട്, പൗരസ്ത്യ കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുന്നുണ്ട്, പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ കാര്യാലയം. അത് മാർപ്പാപ്പയ്ക്ക് പൗരസ്ത്യ സഭകളോട് താല്പര്യമുള്ളത് ആണല്ലോ. അതുകൊണ്ട് ആ താല്പര്യം പരിഗണിച്ച് ഞങ്ങൾക്കും ഒരു പൗരസ്ത്യ കൽതായ ഒരു ഹൈറാർക്കി സ്ഥാപിച്ചു തരണം എന്നാണ് ഇവരാവശ്യപ്പെടുന്നത്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് എന്താണ്? അന്നും, അതായത് 1923 വരെയുള്ള കാലഘട്ടത്തിലെങ്കിലും അന്നുവരെയെങ്കിലും ഈ വൈദികർക്കെല്ലാവർക്കും, ഇപ്പോൾ എറണാകുളം ചില വൈദികർ പ്രത്യേകമായിട്ട് എഴുതുന്ന കത്തായത്, അവർക്കും തങ്ങൾ പൗരസ്ത്യരാണെന്നും ആ പൗരസ്ത്യ പാരമ്പര്യത്തെ ഞങ്ങൾ അഭിമാനിക്കുന്നുവെന്നും അതനുസരിച്ചുള്ള ഒരു ഹൈറാർക്കി ഞങ്ങൾക്ക് വേണമെന്നും അതിന് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് താല്പര്യമെടുത്ത് എത്രയും വേഗം സാധിച്ചു തരണമെന്നൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ വൈദികരുടെയും വിശ്വാസികളുടെയൊക്കെ ആ മനോഭാവം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സഭയ്ക്ക് നാട്ടുമെത്രാന്മാരെ ലഭിച്ചതും അവരുടെ ഭരണക്രമവും റീത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവരുടെ ഇടപെടലുകളെ കുറിച്ചുമൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ വിശദമായി ചിന്തിച്ചത്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി കണ്ടുമുട്ടാം.